ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഗൈസ്, നമ്മുടെ ഇൻസ്റ്റഗ്രാമിലാണ് ഫസ്റ്റ് തന്നെ ഞാൻ എൻ്റെ എനിക്ക് 16K സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ്. ഒരുപാട് നന്ദി, ഒരുപാട് 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 നന്ദി. കുറേ പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, കുറേ പേര് കമൻറ്റ് ഇടുന്നുണ്ട്. എനിക്ക് പറ്റുന്ന പോലെല്ലാം ഞാൻ എല്ലാവർക്കും റിപ്ലൈ കൊടുക്കുന്നുണ്ട്. പിന്നെ എനിക്കിപ്പം എന്താ പീരിയഡ്സ് ആവും എന്ന് വെച്ചാൽ 2-3 ദിവസം കൂടെ കഴിഞ്ഞാൽ എനിക്ക് പീരിയഡ്സ് ആവും. അപ്പം അതുകൊണ്ട് എനിക്ക് വയ്യ, സത്യം പറഞ്ഞാൽ എനിക്ക് വയ്യ. പിന്നെ എനിക്കിപ്പോൾ ഒരു വീഡിയോ എടുക്കണമെന്ന് തോന്നി, അതുകൊണ്ട് ഞാനൊന്ന് വീഡിയോ എടുക്കുക. അപ്പം ഗൈസ്, ഞാൻ ഒരു ട്രാൻസാക്ഷൻ വീഡിയോ എടുക്കാൻ വേണ്ടി പോവായിരുന്നു. അപ്പം അതിന് വേണ്ടി ഇട്ടതാണ് ഈ ഡ്രസ്സ്. അപ്പം നേരത്തെ ഒരു വീഡിയോ എടുത്തപ്പോഴത്തേക്കും അതിനകത്താണെങ്കിൽ കമൻറ്റ് പറഞ്ഞായിരുന്നു, ചേച്ചി മേക്കപ്പ് ഇട്ടില്ലെങ്കിലും മേക്കപ്പ് ഇല്ലാത്ത നോർമൽ തന്നെയാണ് നല്ലത്, മേക്കപ്പ് ഒന്നും ഇടണ്ടെന്ന്. അപ്പം ഞാൻ ഒരു ഓറഞ്ച് കളറിലെ ഒരു തുണിയിട്ട് ഞാനൊരു വീഡിയോ ചെയ്തില്ലേ, ഇപ്പം റീസെൻ്റായിട്ട് വന്നവർക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. അപ്പം ഞാൻ ആ വീഡിയോക്കകത്ത് ഇട്ട മേക്കപ്പ് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ആ സെയിം മേക്കപ്പ് തന്നെ ഞാൻ എല്ലാത്തിനകത്തും ഇടുന്നത്. ഇതിനകത്ത് മേക്കപ്പ് എനിക്ക് പുള്ളിക്കാരൻ പറഞ്ഞ കമന്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. മേക്കപ്പ് ഇല്ലെങ്കിൽ ഞാൻ സുന്ദരിയാണ്. ഞാൻ ഫസ്റ്റ് കണ്ണ് എഴുതും, കാണിച്ചു തരാം. ഇതൊരു ഈ ട്രാൻസാക്ഷന് നല്ലോണം വാലിട്ട് കണ്ണെഴുതണം. ഈ ട്രാൻസാക്ഷൻ കണ്ടല്ലോ. ഈ ഐലൈനർ അല്ല കേട്ടോ, എൻ്റെ ഐലൈനർ കാണുന്നില്ല. ഓക്കെ ഗൈസ്, നമ്മൾ കണ്ണ് എഴുതിയിരിക്കുകയാണ്, കണ്ടല്ലോ. കണ്ണ് എഴുതിയത് കണ്ടല്ലോ. ഇനി അത് കഴിഞ്ഞ് കണ്ണ് എഴുതി കഴിഞ്ഞ് നമുക്ക് പൊട്ട് വേണം. പൊട്ട് ഞാൻ ഇതുകൊണ്ട് തന്നെ തോന്നും. എനിക്ക് പൊട്ടൊന്നും മേടിക്കാനുണ്ട് ഗൈസ്. പിന്നെ മസ്കാര, അത് ചിലപ്പോൾ ഇടും, ചിലപ്പോൾ ഇടത്തില്ല. കണ്ടു കഴിഞ്ഞാൽ ഇടും, അങ്ങനെയൊക്കെയാണ് കേട്ടോ. ചിലപ്പോൾ ഇരിക്കുന്നത് ഇടാറില്ല. ആ വീടിക്കകത്ത് ഇട്ടായിരുന്നു. എനിക്കറിയാവുന്ന മേക്കപ്പാണ് ഞാൻ ചെയ്യുന്നത്. ഇപ്പൊ തന്നെ ഈ കണ്ണ് എഴുതിയപ്പോ തന്നെ എന്റെ മുഖത്ത് നല്ലോണം മാറ്റം വന്നതാണ്. മാറ്റം വന്നതാണ് അല്ലേ? കണ്ണ് എഴുതി കഴിഞ്ഞാൽ തന്നെ എന്റെ മുഖത്ത് മാറ്റം വരും. ഇതെന്താ എനിക്കും അറിയത്തില്ല, പണ്ട് പോലെയാണ്. പിന്നെ അത് കഴിഞ്ഞ് ഇതാണ് ഈ ലിപ്സ്റ്റിക് ഉണ്ടല്ലോ. ഇതിന്റെ പേരൊക്കെ പോയിട്ടുണ്ട്. ഇതാണ് ഈ ലിപ്സ്റ്റിക് ഉണ്ടല്ലോ. ഞാൻ ലിപ് ബാം ഒന്നും ഇടത്തില്ല, എന്റെ ചൂണ്ട് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. എന്നുവെച്ചാൽ ഇത്രയും കറുപ്പല്ലായിരുന്നു. ലിപ്സ്റ്റിക് ഇടാൻ തുടങ്ങിയപ്പോൾ എന്റെ ചൂണ്ട് ഇത്രയും കറുപ്പായത്. എന്ന് പറഞ്ഞാൽ എനിക്ക് ഇതിന്റെ കൊണ്ടൊക്കെ എനിക്ക് ലിപ് ബാം ഒന്നും എനിക്ക് രാത്രിയിലൊന്നും തേച്ചൊന്നും കിടക്കാനൊന്നും എനിക്ക് പറ്റത്തില്ല. കണ്ടാണേ. ഇപ്പൊ ഈ ലിപ്സ്റ്റിക് ഞാനിട്ട് ലിപ്സ്റ്റിക് ഇട്ടപ്പോ തന്നെ എന്നിട്ട് ഈ സാധനം ഇതിങ്ങനെ മണ്ടയ്ക്ക് ഇങ്ങനെ ഉപയോഗിക്കും. അതിനകത്ത് തൂത്തിട്ടില്ലായിരുന്നു, പക്ഷെ എന്റെ മേക്കപ്പ് ആണ് കാണിക്കുന്നത്. കണ്ടല്ലോ. ഇത്രയും വന്നപ്പോ തന്നെ ഇപ്പൊ തന്നെ എന്റെ മുഖത്ത് കുട്ടിയായില്ലേ. ഞാൻ പിന്നെ അന്നിട്ട് ഒരു സംഭവം കൂടെ ഞാൻ ഇട്ട് കാണിക്കാം.
അത് അന്നും ഇതുപോലെ എണ്ണമയം പോലെ നിൽക്കും. മുഖമൊന്നും കഴുകത്തൊന്നുമില്ല കേട്ടോ, വീഡിയോ എടുക്കാൻ നേരം. സ്കിന്ന് നോക്കുന്ന ആളെയല്ല ഞാൻ. കണ്ടു കോമ്പാക്ട് പൗഡർ. നിങ്ങൾ നോക്ക്, കണ്ടോ എന്റെ മുഖത്തൊന്നും വ്യത്യാസം കണ്ടോ നിങ്ങൾ? ഇപ്പൊ തന്നെ പുട്ടിയിട്ട പോലെ ആയി. കണ്ടോ, ഇത്രയും ഞാനൊന്നും ചെയ്തില്ല. ഇതാണ് ഇതാണ് നിങ്ങൾ പറയുന്ന മേക്കപ്പ്. ഭയങ്കര മേക്കപ്പാണ് ഞാൻ. ഇനി എന്താണ് വയസ്സ് ഒന്ന് കണ്ണെഴുതി ഇന്ന് ലിപ്സ്റ്റിക് ഇട്ട് ഇത് ഇത്രയും ചെയ്യുന്നുള്ളൂ, വേറെ ഒന്നും ഞാൻ ചെയ്യുന്നില്ല. മേക്കപ്പായി എന്താന്ന് എനിക്കറിയത്തില്ല. പണ്ട് പോലെ ഇങ്ങനെ ഇപ്പം റീസെന്റായിട്ട് ഒന്നാണ്. ഇനിയിപ്പൊ കമ്മലും കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഭയങ്കര മേക്കപ്പ് ആകും. കണ്ടോളാം, കാണിച്ചു തരാം. ഈ കമ്മൽ ജിമിക്ക, എനിക്ക് ജിമിക്ക ഇല്ല ഗൈസ്. ജിമിക്ക ഒരെണ്ണം ഉണ്ടായിരുന്നത് പോയി. പിന്നെ വലിയൊരു ജിമിക്ക ഉള്ളൂ. ജിമിക്ക വാങ്ങണം. ഇതോടെ ഇത് മാച്ചാവുന്നതാണ് എൻ്റെ ഒരു നിഗമനം. അന്ന് ഞാൻ മാല എടുക്കണ്ടായിരുന്നു. മാലയും കൂടി ചൊപ്പു. പണ്ടത്തെ ലുക്ക് പോലെ ചെയ്യുന്നു. അതാ മുടി ഇങ്ങനെ ഇങ്ങനെ ഇടുന്നു. കണ്ടല്ലോ കണ്ടല്ലോ, ഇപ്പൊ തന്നെ ഞാൻ മേക്കപ്പ് ആയില്ലേ. ഇനി ഒരു സംഭവം കണ്ടല്ലോ ഗൈസ്, നിങ്ങൾ കണ്ടല്ലോ എന്റെ ഫേസ് കണ്ടല്ലോ. ഞാൻ ചെയ്ത കാര്യങ്ങളെല്ലാം നിങ്ങൾ ഉണ്ടായിരുന്നതല്ലേ. ഇത്രയും ചെയ്തുള്ളൂ, അപ്പൊ തന്നെ മേക്കപ്പ് ആയി. പ്രശ്നം ഇതാണ്, നന്നായിട്ട് മേക്കപ്പ് ഒന്നും ചെയ്യുന്നില്ല. ഞാനിത് മാത്രമേ ചെയ്യുന്നുള്ളൂ. പക്ഷെ അപ്പോഴും ലിപ്സ്റ്റിക് ഇടുമ്പോൾ തന്നെ എൻ്റെ മുഖത്ത് ഓൾറെഡി കുട്ടിയാവും. അതെന്താണെന്ന് എനിക്കും അറിയത്തില്ല. ഇതെല്ലാം കുടുങ്ങിപ്പോയി. സത്യം പറഞ്ഞ തലയിൽ ഒറ്റത്തില്ല. ഹിമാലയ കിട്ട കോമഡിയായിരിക്കും. ഇത് പഴയകാല സെറ്റപ്പാ. അപ്പൊ ഈ മാല നല്ലതായിരിക്കുമോ? ഒന്നാമത്തെ കാര്യം, എനിക്ക് മാല ഇടുന്ന ഇഷ്ടമല്ല. വേണ്ട വേണ്ട, കോമഡി ആക്കണ്ടല്ലേ. എനിക്ക് ആകെ ഇപ്പോൾ ഇഷ്ടം ഈ ഒരു മാല മാത്രമേ. പിന്നെ നക്ഷത്രത്തിന്റെ മാല ഉണ്ട്, പക്ഷെ നക്ഷത്രത്തിന്റെ മാല ഇത് ഈ മാല ഇടാം. എനിക്കൊരു പേജ് നയിച്ചെന്ന് ഞാൻ പറഞ്ഞില്ലേ, എനിക്കിപ്പോൾ ഈ ഒരു മാല ഇടുന്ന ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ നിങ്ങളിപ്പോൾ കണ്ടോണം, ഈ മാലയിടാൻ ഞാൻ പെടുന്ന പാട്. നമ്മൾ തിരിച്ചിങ്ങനെ ഇടണം. എന്നിട്ട് ദൈവമേ, സകല ദൈവത്തെ നമ്മൾ വിളിക്കണം. വിളിച്ചിട്ട് ഇവിടെ കണ്ടുപിടിച്ച് ഇങ്ങോട്ടൊക്കെ ഇടണം. ഇനി ആകാശത്ത് നോക്കുക. കണ്ട ദേഷ്യം വരും. ഇപ്പം ദേഷ്യം വരും. എനിക്കിതാണ്, ഞാനിതുകൊണ്ടാണ് മാല ഇടാത്തത്. കണ്ടോ, ഞാൻ ആലോചിക്കുക. കണ്ടോ കണ്ടോ, മാല ഇടുന്നത് വെച്ചാൽ പെൺപിള്ളേരുടെ ഏറ്റവും വലിയ ഡ്രസ്സാണ് മാല ഇടുക. വീഡിയോ ആയിട്ട് അല്ലെങ്കിൽ ഇപ്പം എൻ്റെ വായിക്കുന്ന സംഭവമുണ്ട്. ഞാനിത് പോയി ഇട്ടിട്ട് വരാം. അതെനിക്കൊരു ദേഷ്യം വരുള്ളൂ, ഇടാൻ പറ്റത്തില്ല. ഗൈസ്, നമ്മുടെ കരണ്ട് പോയിരിക്കും. അപ്പം ഗൈസ്, ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. കരണ്ട് പിന്നെ വന്ന് ഗൈസ്. മാല ഇടാൻ നോക്കിയിട്ട് മാല ഇടുന്നു, ഇടാൻ പറ്റിയില്ല. എനിക്കാണെങ്കിൽ വീഡിയോ എടുത്തിട്ട് കിടക്കണം. എനിക്ക് പെട്ടെന്ന് വീഡിയോ എടുത്തിട്ട് എങ്ങനെയും ഒന്ന് കിടക്കണം എന്നുള്ള മൂടേ ഉള്ളൂ. അങ്ങോട്ട് പോയി ഞാൻ വീഡിയോ എടുത്തിട്ട് കിടക്കാൻ പോവാം. ടാറ്റാ, ബൈ ബൈ, ടാറ്റാ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും ഒരുപാട് വീണ്ടും നന്ദി പറയുകയാണ്. താങ്ക് യു.
നിങ്ങൾ എന്നെ എവിടെയോ കൊണ്ട് മണ്ടയ്ക്ക് എവിടെയോ കൊണ്ട് വെച്ചേക്കോ എന്നെ. പിന്നെ കുറേ പേര് മെസ്സേജ് അയക്കുന്ന കമൻ്റൊക്കെ ഞാൻ എല്ലാം കാണുന്നുണ്ട് കേട്ടോ, എല്ലാ കമൻറ്റും ഞാൻ വായിക്കുന്നുണ്ട് മിക്കവാറും. പക്ഷെ കുറേ കമൻറ്റൊന്നും എനിക്ക് റിപ്ലൈ തരാൻ പറ്റുന്നില്ല, പറ്റുന്ന പോലെയല്ല ഞാൻ റിപ്ലൈ തരുന്നുണ്ട്. സോറി, ഇവിടെ ഇനി ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും വീഡിയോ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയാൻ ചെയ്യാം. പിന്നെ ഞാൻ കുറച്ച് സ്പീഡിലാണ് സംസാരിക്കുന്നല്ലേ, പക്ഷെ സ്ലോലി സംസാരിച്ച കോമഡിയാ. അതെ, കാപ്പി അനത്തി കണ്ടോ, ഇത് ഭയങ്കര കോമഡി അല്ലേ? അതെ, കാപ്പി അനത്തി, ഇതെല്ലാം നല്ലത്. കുറച്ച് സ്പീഡല്ലേ ഞാൻ? എനിക്ക് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്, ഞാൻ വ്ളോഗ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് മനസ്സിലായി ഞാൻ കുറച്ച് സ്പീഡാണ്. ഓക്കെ ഗൈസ്, ഞാൻ വീഡിയോ എടുത്ത് തരാം. കൊള്ളാൻ തോന്നുന്നു.